സന്തോഷം സംസാരിക്കണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടു. അത് ഞാൻ സ്വീകരിച്ചതും അങ്ങനെ തന്നെയാണ്. ഇതിനു മുമ്പ് ഒട്ടേറെ പ്രാവശ്യം ഞാനിവിടെ വന്നിട്ടുണ്ട്. പക്ഷെ ഒരു പൊതുപരിപാടിയെ ആദ്യമായിട്ടാണ് ഞാൻ ഇപ്പോൾ പങ്കെടുക്കുന്നത്. നിങ്ങൾക്കറിയാം, ലോകത്ത് സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും നന്മയുടെയും പ്രതീകമായിട്ടാണ് നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുന്നത്. അത്തരത്തിലൊരു വേളയാണ് ഇതെങ്കിലും ചില കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിയാതെ പോകരുത്. ഇന്നിപ്പോൾ നമ്മുടെ മുന്നിലിരിക്കുന്ന ഈ കുട്ടികൾ നമ്മളൊക്കെ ഏറെ സന്തോഷത്തോടെയും ആണ് ഈ ഫംഗ്ഷനിൽ ഇരിക്കുന്നതെങ്കിലും കുറച്ച് കുട്ടികളുടെ മാതാപിതാക്കൾ ആശങ്കാകുലരാണ്. ഞാനിത് പറയുന്നത് ഒട്ടേറെ ചികിത്സാ സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ലഭ്യമാണ്, ലോകത്തിൽ ലഭ്യമാണ്. ആ ചികിത്സകൾക്കൊന്നും പരിഹരിക്കാൻ കഴിയാത്ത ഒട്ടേറെ പ്രശ്നങ്ങൾ നമ്മുടെ സാധാരണ ജീവിതത്തിലും നമ്മളിലും ഉണ്ട് എന്നുള്ള വസ്തുതയാണ് ഇപ്പം നമ്മുടെ മുന്നിൽ സത്യമായിട്ട് നിലനിൽക്കുന്നത്. അപ്പോൾ ജീവിതത്തിൻ്റെ പല വഴികളുടെയും സഞ്ചരിച്ച് അവസാനം അത് ദൈവനിശ്ചയമാണ്. ഈ ലോകത്ത് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്, അല്ലെങ്കിൽ പ്രതിവിധിയുണ്ട്, അല്ലെങ്കിൽ പകരമുണ്ട് എന്നുള്ള തിരിച്ചറിവിലേക്കാണ് നമ്മൾ ഇപ്പോൾ എത്തുന്നത്. ഇപ്പോഴേ വൈകിയാണെങ്കിലും ആ കണ്ടെത്തലുകൾ കുറച്ച് വൈകിട്ടാണെങ്കിലും ഇത്തരത്തിലുള്ള ഭിന്നശേഷിക്കാരായ കുട്ടികളെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തി നിൽക്കുന്ന വൈദ്യശാസ്ത്രത്തിനും മറ്റെല്ലാത്തിനും ഒരു ഫലപ്രദമായ വ്യത്യസ്തമായ ഒരു മാർഗം, ഒരു രീതി ഈ ലോകത്തുണ്ടെന്ന് തെളിയിക്കാൻ ഈ 10 വർഷക്കാലം ഇവിടെ തുടങ്ങിയിട്ട് 6 വർഷമായി. ഈ 6 വർഷക്കാലത്തിനിടയിൽ സംഗീതം കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ നമ്മുടെ അനുഭവം നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ഇപ്പം നമ്മുടെ എൻ്റെ മുന്നിലിരിക്കുന്ന ഈ കുട്ടികളിൽ തന്നെ പലരും ഈ ചടങ്ങ് എന്താണെന്ന് പോലും അറിയുന്നില്ല, ഈ ചടങ്ങിൽ എങ്ങനെ ഇരിക്കണമെന്ന് പോലും അവർക്ക് അറിയുന്നില്ല. അവരുടെ മാതാപിതാക്കളും ഏറെ വ്യാകരണം ദുഃഖിതരുമാണ്. അവിടെ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ കരസ്പർശമായി സംഗീതത്തിൻ്റെ കൈകൾ എത്തുന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും വ്യത്യസ്തമായ ഒരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടാക്കി തരാൻ സംഗീതത്തിന് കഴിയുന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ പറയാം, വെള്ളം നീഞ്ഞാക്കിയത് പറയും, നടക്കാൻ പറ്റാത്ത നടത്തിട്ടുമായ അത്തരത്തിലുള്ള നമ്മുടെ പിൻഗാമികൾ, അതിപ്പോൾ ദൈവങ്ങളായിക്കോട്ടെ മനുഷ്യരായിക്കോട്ടെ ആരായിക്കോട്ടെ, അവരിൽ നിന്നൊക്കെ ലഭിച്ച ഊർജത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ പ്രക്രിയകളെല്ലാം നടക്കുന്നത്. ഒരു വ്യത്യസ്തമായ വഴികളിലൂടെയാണ് ഇപ്പോൾ സംഗീതം സഞ്ചരിക്കുന്നത്. വേറിട്ടൊരു മാർഗത്തിലൂടെ, വേറിട്ടൊരു ചികിത്സാ സംവിധാനത്തിലൂടെയാണ് സംഗീതം ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സംഗീതത്തിൻ്റെ സഞ്ചാരം, ആ വേറിട്ട വഴികളിലൂടെയുള്ള സംഗീതത്തിൻ്റെ സഞ്ചാരം അല്പമെങ്കിലും നമ്മുടെ ഇത്തരത്തിലുള്ള കുടുംബങ്ങൾക്കും ആ കുട്ടികൾക്കും ആശ്വാസകരമാകുന്നെങ്കിൽ അത് ഈ ലോകത്തിൻ്റെ ഏറ്റവും വലിയ വൈദ്യശാസ്ത്രത്തിൽ തന്നെ പരിഹരിക്കാൻ പറ്റാത്ത അത്തരം മേഖലകളിലേക്ക് സംഗീതത്തിൻ്റെ കൈകളും ബുദ്ധിയും കടന്നു ചേരുന്നുണ്ടെങ്കിൽ അത് ഈ ലോകത്തിന് തന്നെ ആശ്വാസമേകുന്ന, ഈ നാട്ടിൽ ഒരു ഒട്ടനവധി കുടുംബങ്ങൾക്ക് ആശ്വാസമേകുന്ന ഒരു പ്രവൃത്തിയായിട്ട് മാത്രമേ നമുക്ക് തന്നെ കാണാൻ കഴിയുള്ളൂ. ഇതിൻ്റെ അനുഭവം എനിക്കുമുണ്ട്. എൻ്റെ അടിയൻ്റെ കുട്ടിയും ഇപ്പോൾ 23 വയസ്സായിട്ടും തറയിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയാത്തൊരവസ്ഥയിൽ കഴിയുന്നുണ്ട്. അത് വളരെ വൈകിയാണ് സംഗീതം എടുത്തെത്തിയത്. ആ കുട്ടി ഈ ചെറിയ കുട്ടികളുടെ പ്രായത്തിൽ എത്തിയിരുന്നെങ്കിൽ അത് ശരിയാക്കാമായിരുന്നു സംഗീതം പറഞ്ഞിരുന്നു, എനിക്കും അറിയാമായിരുന്നു. പക്ഷെ അങ്ങനെയാണ് അത് പറ്റിയത്. ഇപ്പോൾ ഈ കുഴപ്പമില്ലാതൊക്കെ പോകുന്നുണ്ട്. പക്ഷെ എന്താണ് ഈ പ്രശ്നങ്ങളൊക്കെ നമ്മളിപ്പോഴും അഭിമുഖീകരിക്കുന്നുണ്ട്. അപ്പം ലോകത്ത് നമ്മൾ എത്ര സന്തോഷത്തോടെ കഴിഞ്ഞാലും, എത്ര പണം ഉണ്ടായാലും, എത്ര സൗകര്യങ്ങൾ ഉണ്ടായാലും, എന്തെല്ലാം നേട്ടങ്ങൾ നമ്മളൊപ്പം ഉണ്ടായാലും ഏറ്റവും വലിയ സന്തോഷം നമ്മുടെ കുട്ടികളുടെ മനസ്സ് സന്തോഷമായിരിക്കുക എന്നുള്ളത്. നമുക്ക് എത്ര പൈസ ഉണ്ടായിട്ടും എത്ര പ്രതാപം ഉണ്ടായിട്ടും കഴിക്കുക, നമ്മുടെ വീട്ടിലൊരു കുട്ടി അസ്വസ്ഥമാകുമ്പോൾ, അല്ലെങ്കിൽ ആ കുട്ടി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതെല്ലാം നമ്മുടെ മനസ്സിനെ ബാധിക്കും, അത് ആ കുടുംബത്തെയൊക്കെ ബാധിക്കും. അതിനൊരു പരിഹാരം, അതിനൊരു ചെറിയ പരിഹാരം ഉണ്ടാവുകയാണെങ്കിൽ അത് ഏറെ സന്തോഷം നമ്മുടെ വീടുകളിലേക്കും നമ്മുടെ മനസ്സുകളിലേക്ക് എത്തുന്ന ഒന്ന് തന്നെയാണ്. അതിന് നമുക്ക് അതല്ലാതെ പറയാൻ കഴിയില്ല. അത്തരത്തിലുള്ള ഒരു അനുഭവം നിങ്ങൾക്ക് സംഗീതത്തിൽ നിന്ന് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് സംഗീതത്തിൻ്റെ ഏറ്റവും വലിയ, ഈ കാലഘട്ടത്തിൽ സംഗീതം ചെയ്തു തീർക്കുന്ന ഈ പ്രവൃത്തിയുടെ ഏറ്റവും വലിയ അംഗീകാരം നിങ്ങളുടെ ആ സന്തോഷം മാത്രമാണ്. നിങ്ങളുടെ കുട്ടിക്ക് ഉണ്ടാകുന്ന പുരോഗതിയിൽ നിന്ന് ഒട്ടേറെ കുട്ടികൾ ഇപ്പോൾ ഞങ്ങളുടെ സംഗീതത്തിൻ്റെ വീട്ടിനടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ ഞാൻ ചെറിയ പണികളൊക്കെ ചെയ്യുന്നുണ്ട്. അവിടെ സംഗീതത്തിൻ്റെ ചികിത്സയ്ക്ക് വരുന്ന കുട്ടികളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും ഞങ്ങൾ അതിലൂടെ അന്വേഷിക്കും, എന്തെങ്കിലും പ്രോഗ്രസ് ഉണ്ടോ സംഗീതത്തിൻ്റെ അടുത്തുണ്ട്.
അപ്പൊ അവരൊന്ന് നോക്ക്, കഴിഞ്ഞ പ്രാവശ്യം വന്ന പോലെയല്ല ഇപ്പൊ വരുന്നത്. അവൻ പേന പിടിക്കാൻ പഠിച്ചു, അവൻ പെൻസിൽ പിടിക്കാൻ പഠിച്ചു, അവൻ വരയ്ക്കാൻ പഠിച്ചിട്ടുണ്ട്. കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് ഈ അനുഭവത്തിലൂടെ ബോധ്യപ്പെട്ടിട്ടുള്ള സംഗതി തന്നെയാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു നന്മയുടെ പ്രതീകമായിട്ട് അല്ലെങ്കിൽ ഒരു മാറ്റത്തിന്റെ പ്രതീകമായിട്ട് സംഗീതത്തിന് മാറാൻ കഴിയുമെങ്കിൽ അത് ഈ നാടിനും എല്ലാവരുമുള്ള മനുഷ്യ സമൂഹത്തിന് തന്നെ ഏറ്റവും നല്ലൊരു പ്രവൃത്തിയായി മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സംഗീതത്തിന്റെയും നിങ്ങളുടെയും പ്രശ്നങ്ങളൊക്കെ സംഗീതത്തിന്റെ കരങ്ങളിലൂടെ പരിഹൃതമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ താങ്ക് യു. അടുത്തായിട്ട് അദ്ദേഹത്തിന് ആദ്യമായി എല്ലാവർക്കും ക്രിസ്മസ് പുതുവത്സരാശംസകൾ നേരുന്നു. സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ, സ്നേഹത്തിൻ്റെ ദൈവദൂതനായ യേശുവിൻ്റെ തിരുപ്പിറവി ലോകത്തിന് സമാധാനവും സന്തോഷം വരുവാൻ വേണ്ടിയുള്ള ത്യാഗപൂർണമായ ജീവിതം, അതെല്ലാം നമ്മളെ സഹിഷ്ണുത, മനുഷ്യ മനസ്സുകളെ മനുഷ്യനാക്കാനും ദുഷ്ടചിന്തകളിൽ നിന്നും മറ്റുള്ള എല്ലാ ഇതുകളിൽ നിന്നും നമ്മൾക്ക് ഒരു മാറ്റം ഉണ്ടാക്കി സ്നേഹമാണ് അഖില സാരമൂടി, സ്നേഹമാണ് ഏറ്റവും പ്രധാനം എന്ന് ലോകത്തിന് നൽകിയ യേശുദേവന്റെ തിരുപ്പിറവിയോടനുബന്ധിച്ചുള്ള ക്രിസ്മസ് ആഘോഷത്തിൽ ഇവിടെ എത്തിച്ചേർന്ന കൊച്ചു മക്കളെ ഇവരൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരു വൈകാരികമായ ഞങ്ങളുടെ മാതാപിതാക്കളെ പോലെ തന്നെ നമ്മളും അസിന്ധുലരാണ്. പക്ഷേ ദൈവ കൃപയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ സംഗീതം നടത്തുന്ന ഈ ചികിത്സാ കേന്ദ്രത്തിൽ നിന്ന് ആശ്വാസകരമായ അനുഭവങ്ങൾ ഉണ്ടാവട്ടെ. അങ്ങനെ നിരവധി അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാം. സംഗീതം നമ്മുടെ നാട്ടുകാരനാണ്, സഹൃദയനാണ്. മറ്റുള്ളവർക്ക് തന്നിൽ കൊണ്ട് എന്താണ് ചെയ്യാൻ കഴിയുക എന്നുള്ളത് വാക്കുകളിൽ കൂടെയും പ്രവൃത്തികളിൽ കൂടെയും സമൂഹത്തിന് കാണിച്ചു കൊടുത്തിട്ടുള്ള ഒരു സ്നേഹിതനാണ് സംഗീത്. അദ്ദേഹത്തിൻ്റെ ഈ ചികിത്സാ രീതി വിമർശിക്കുന്നവർ ഒരുപാടുണ്ടാവാം, അല്ലെങ്കിൽ മറ്റ് മെഡിസിൻ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുകൾ അദ്ദേഹത്തെ മാനസികമായും മറ്റുള്ളതിൽ കൂടെ മറ്റു രീതികൾ നിയമവഴിയിൽ കൂടെ ഇത് ചെയ്യാനുള്ള അതുകളുണ്ടാവാം. എന്നിരുന്നു കഴിഞ്ഞാലും ദൈവികമായി അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കൈകളിൽ കൂടെ മരുന്നുകൾ ഇല്ലാതെ തന്നെ കുട്ടികളുടെ നെർവസിന്, അതുപോലെ തന്നെ അവരുടേതായ ചികിത്സ, അവരെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഇത് ഉണ്ടായത് എന്നുള്ളതിനൊരു കണ്ടുപിടുത്തം അദ്ദേഹം നടത്തിക്കൊണ്ട് ചെയ്യുന്ന ഈ ചികിത്സാ രീതി എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ. ഞങ്ങളുടെ മാതാപിതാക്കളുടെ മനസ്സിന് സന്തോഷവും കൊച്ചുകുട്ടികളുടെ ആയുരാരോഗ്യ സൗഖ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ മുരളിക്കാലമണി ഒരു പരിപാടിയിൽ പങ്കെടുക്കാനായിട്ടുള്ള ധൃതിയിലുമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കാര്യം കൂടി ചോദിക്കുന്നു. കഴിഞ്ഞ ഒരു 2 ആഴ്ച മുന്നാണ് ഒരു കുഞ്ഞ് ഒരു സ്ത്രീ ഡെലിവറി കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞ് സ്കാനിങ് റിപ്പോർട്ടിൽ പറഞ്ഞില്ല എന്നുള്ളൊരു പേരിൽ വാർത്താ ദൃശ്യമാധ്യമങ്ങളിലൊക്കെ വളരെയധികം വിമർശനങ്ങൾ ആ ഡോക്ടർക്ക് ചികിത്സിച്ച ഡോക്ടറെയും അതുപോലെ തന്നെ എല്ലാ ഇതുകളിലും എല്ലാവരും വായിച്ചു കേട്ടിട്ടുണ്ടാവും. കാരണം അവർ ഡോക്ടറെ കുറവാണ്, അല്ലെങ്കിൽ സ്കാനിങ് റിപ്പോർട്ട് അവർ തന്നില്ല എന്നുള്ളതൊക്കെ അതൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണെങ്കിൽ തന്നെയും അതിൽ ഉണ്ടാവുന്ന പിഴവുകൾ എങ്ങനെ ഉണ്ടായി എന്നുള്ളതിനെ കുറിച്ച് പഠിക്കുന്നതിന് പകരം ഒരു സൂപ്പർ സ്കാനിങ്ങിൽ കാണാത്ത ഒരു കാര്യം കുട്ടി ബെർത്തായി ഇപ്പം അങ്ങനെ കണ്ടു എന്ന് പറയുമ്പോൾ നമ്മളുടെ ഇനി വരാൻ പോകുന്ന ഈ ജനറേഷനിൽ എന്തൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാവും എന്നുള്ളൊരു ആശങ്ക ഈ സമൂഹത്തിനുണ്ട്. കുട്ടികളായിട്ട് വന്ന രക്ഷകർത്താക്കളെ നിങ്ങളുടെ ആത്മവിശ്വാസം നല്ലതായിരിക്കട്ടെ. നമ്മുടെ കുട്ടികളൊക്കെ സുഖമായിട്ട് വരും. അവർക്ക് വേണ്ടി നിങ്ങളോടൊപ്പം ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ സംഗീതത്തിൻ്റെ ഇതിൽ കൂടിയിട്ടുള്ള എല്ലാ ആൾക്കാരുകൾക്ക് ഒരിക്കൽ കൂടി ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സംസാരിക്കുന്നതോടൊപ്പം പ്രോഗ്രാം കൂടി സ്റ്റാർട്ട് ചെയ്യണം. എല്ലാവരും നല്ലൊരു കയ്യടി കൊടുക്കുക.
എല്ലാവർക്കും നമസ്കാരം. ഞാനിവിടെ ഒരുപാട് ഇങ്ങനെ ഈ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് ഇവിടെ ഇഷ്ടംപോലെ വന്നിട്ടുള്ളതാണ്. അതിൽ ഇത്രയും വൃത്തിയും വെടുപ്പുമായിട്ടൊരു ഉദ്ഘാടനം ചെയ്ത് കണ്ടത് എന്നാണ് നല്ലൊരു കൈയടി കൊടുത്ത് മാഷിനെ. കാരണം ഇതിൻ്റെ ആശയം എന്താണ്, ഇതിൻ്റെ നന്മ എന്താണെന്ന് മനസ്സിലാക്കുന്നവർക്കാണ് ഈ രണ്ടുപേർക്കും. ഇവർ രണ്ടുപേരും വന്നത് അത്രയും അറിയുന്നത് കൊണ്ടാണ്, ഡോക്ടർ അറിയുന്നതുകൊണ്ടാണ്, തൊട്ടടുത്താണ്, ബന്ധുക്കാരാണെന്നൊക്കെ പറയുമ്പോൾ